അതേ പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിലായി. ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ? അതെ, കാപ്പിയും ചായയും കുടിച്ചാൽ പ്രശ്നമില്ല അല്ലേ? തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രശ്നമില്ല. അതേസമയം ആശയങ്ങൾ മാറുമ്പോൾ മനുഷ്യർ തമ്മിൽ വഴക്കാവും, പ്രശ്നവും. പാർട്ടി ഓഫീസുകളിൽ പ്രശ്നമാണ്, ആരാധനാലയങ്ങളിൽ പോലും പ്രശ്നമാണ്. മനുഷ്യർക്ക് അവിടുന്ന് സമാധാനം കിട്ടുന്നില്ല. പലപ്പോഴും ശത്രുതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വേറൊരാളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്ന ക്ലബ്ബുകളും അങ്ങനെയല്ല. മനുഷ്യർക്ക് ഇങ്ങനെ കൂടിച്ചേരാനും കോർത്തിണങ്ങാനുമുള്ള വഴികളാണ് തുറക്കപ്പെടുന്നത്. ആരാധനാലയങ്ങളും ഇങ്ങനെയാണ് ആവേണ്ടത് അല്ലേ? മനുഷ്യർ തമ്മിൽ ഇണങ്ങാനുള്ള സ്ഥലമാണത്. കുറച്ച് മുമ്പ് ബോംബെയിൽ പശുവിൻ്റെ മാംസം കഴിച്ചു, സൂക്ഷിച്ചു, കയ്യിൽ പിടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ കുറേ ആളുകൾ കൂടിയിട്ട് വെട്ടിക്കൊന്നു. അഹമ്മദ് അഖ്ലാഖ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു പാവം മനുഷ്യനായിരുന്നു. അവസാന നിമിഷവും സഹായത്തിനായി അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടതല്ലാത്തൊരു സുഹൃത്തിനെയാണ്. അത്രയും ആത്മബന്ധം പരസ്പരം വെച്ചു പുലർത്തിയിട്ടുള്ള മനുഷ്യന്മാരാണ്. അവിടെയാണ് ഇതിൻ്റെ പേരിൽ കുഴപ്പമുണ്ടായത്. അഹമ്മദ് അഖ്ലാഖിനെ അങ്ങനെ കൊലപ്പെടുത്തി കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞ് ബോംബെയിലുണ്ടായ വേറൊരു സംഭവമുണ്ട്. പക്ഷെ അത് പത്രങ്ങളിലൊന്നും അധികം വരാത്തൊരു വാർത്തയാണ്. അതെന്താണെന്നറിയാം? നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു മുസ്ലിം സ്ത്രീയുണ്ട്. അവർ ഗർഭിണിയാണ്. പ്രസവവേദന വല്ലാതെ വർദ്ധിച്ചപ്പോൾ അവരൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആശുപത്രിയിലേക്ക് പോവുക. ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഇവർക്ക് വേദന വല്ലാതെ വർദ്ധിച്ച് കൂടി. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താ ചെയ്തതെന്നറിയോ? ഇവരെ പുറത്തേക്ക് തള്ളിയിട്ട്, ഓട്ടോറിക്ഷയിലെങ്ങാനും പ്രസവിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് അവരെ പുറത്തേക്ക് തള്ളിയിട്ട്. ആ തള്ളിയിട്ട സ്ഥലം എവിടെയെന്നറിയോ? ഒരു ഗണേശ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അന്നത്തെയും ഇന്നത്തെയും ഇന്ത്യൻ സാഹചര്യത്തിൽ അത്ര രസകരമായ കാഴ്ച ആവില്ല പിന്നെ ഉണ്ടാവുന്നത്. ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും അതൊരു മുസ്ലിം സ്ത്രീയാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ആ ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വന്ന ഹൈന്ദവ സ്ത്രീകൾ നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന മുസ്ലിം സ്ത്രീയെ എങ്ങനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കായിരുന്നു. എന്നിട്ട് ഒരു സാരി വലിച്ചു കെട്ടിയിട്ട് ലേബർ റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പ്രസവിച്ചു നൂറുദ്ദീൻ ഷെയ്ഖ്. കുട്ടിക്ക് പേരിട്ടത് എന്താണെന്നറിയോ? ഗണേഷ്. അതിൻ്റെ കർമ്മശാസ്ത്രമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഇന്ത്യ. അടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇന്ത്യയാണിത്. മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഇന്ത്യയല്ല. മനുഷ്യരിങ്ങനെ കൂടിച്ചേരുകയും കലരുകയും ചെയ്തതിൻ്റെ അതീവ ഭംഗിയുള്ള കാഴ്ചയുടെയും ചരിത്രവുമാണ് ഈ രാജ്യത്തിനുള്ളത്. വീരാൻകുട്ടി മാഷ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിനൊരു കവിത ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതിങ്ങനെയാണ്: മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. ഇലകൾ തമ്മിൽ തൊടുമോ എന്ന് പേടിച്ചിട്ടേ നമ്മൾ അകറ്റി നട്ട മരങ്ങളില്ലേ, ആ മരങ്ങൾ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കട്ടെ. താങ്ക് യു. ഇത് നമ്മുടെ ഒരു പുതിയ പുസ്തകമാണ്. എഴുതുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, പ്രസംഗിക്കലല്ല. ഇത് കയ്യിൽ പിടിക്കുന്നത് ഇപ്പോഴും എനിക്ക് വിറ ഉണ്ടാക്കുന്ന കാര്യമാണ്, പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒരു വാക്കിന് ശേഷം അടുത്ത വാക്ക് വരണം. വെറുതെ വരൂല, അത്രയും അധ്വാനിക്കണം. പക്ഷെ പ്രിപ്പയർ ചെയ്യാൻ ഇവിടുന്ന് അവസരമില്ലല്ലോ. എഴുതുമ്പോൾ അങ്ങനെയല്ല, ആലോചിച്ചും കുറേ കാത്തിരുന്നും നമ്മുടെ സ്വകാര്യതയിലുള്ള ആനന്ദമാണ്. എഴുത്തിനാണ് സ്വാധീനം കൂടുതൽ, പ്രസംഗത്തിന് സ്വാധീനം കുറവാണ്. ഞാനൊരു സംഭവം പറയാം, ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറയാണ്. ഒരു സ്കൂളിൽ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അയാളൊരു കവിയെ വിളിച്ചുകൊണ്ട് വന്നു ഉദ്ഘാടനത്തിന്. നല്ല കവിയാ. അയാൾ അവിടെ വെച്ചിട്ടൊരു കവിത ചൊല്ലി. എന്താണെന്നറിയോ? കവിത കേൾക്കണോ? 4 വരിയുള്ളൂ, ഇത്രയേ ഉള്ളൂ. കുഞ്ഞോൾക്ക് പരീക്ഷയാണ്, കുഞ്ഞോൾക്ക് പരീക്ഷയാണ്, അമ്മാവൻ തന്നെ തുണ പോകണം, എവിടെയും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ടല്ലോ. കുഞ്ഞോൾക്ക് പരീക്ഷയാണ്,
അമ്മാവൻ തന്നെ തുണ പോകണം. എവിടെയും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ടല്ലോ. പരീക്ഷ കഴിഞ്ഞു വന്ന കുഞ്ഞോളോട് അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു അമ്മേ. മൂർഖൻ കൊത്തിയ മുഖവും മാറും തടവി അവൾ പറഞ്ഞു, അമ്മാവനെല്ലാം എളുപ്പമായിരുന്നമ്മേ. ഏതു വീട്ടിലും ഒരു ഗോവിന്ദച്ചാമി ഒളിച്ചിരിപ്പുണ്ട്. പരിപാടി കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പ്രിൻസിപ്പൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ആ കവിയെ കൊണ്ടുവന്ന്? അതെ, ഞാനാ കൊണ്ടുവന്ന്. ഈ ജാതി കവികളെ ഇനി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരരുത്, എനിക്ക് 4 പെൺകുട്ടികളാണ്. ഇയാളിത് എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിക്കണമെന്നല്ലേ? അല്ലേ? ഒരു കവിത കൊണ്ട് പറഞ്ഞപ്പോൾ ഈ മാഷ് പൊള്ളിപ്പോയി. നിങ്ങളും പൊള്ളിപ്പോയില്ലേ? ഞാനും പൊള്ളിപ്പോയി. ഇതാണ് എഴുത്ത്. ഇതാണ് എഴുത്ത്. അക്ഷരങ്ങൾ കൊണ്ട് മനുഷ്യരുണ്ടാക്കുന്ന ഇന്ദ്രജാലങ്ങൾ ഇതാണ്. പാട്ടായോ വരയായോ സിനിമയായോ കഥയായോ നാടകമായോ എന്തായിട്ടായിരിക്കട്ടെ, മനുഷ്യർ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന ഇന്ദ്രജാലങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് എഴുത്ത് ഇഷ്ടമാവാൻ തുടങ്ങിയത്. 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എഴുത്തുകാരനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. 14 പുസ്തകങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ പഠിച്ചവൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും പുതിയ പുസ്തകമാണ് അത്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയാം. ആ പേരുണ്ടാവാനൊരു കാരണമുണ്ട്, അതും പറയാം. ഈ തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമയുണ്ട്, പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട അതിമനോഹരമായൊരു സിനിമയാട്ടോ. അതിൻ്റെ പേര് മൊയ്സെ എന്നാണ്. മൊയ്സെ ദ മിറക്കിൾ എന്നാണ് സിനിമയുടെ പേര്. കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും കേട്ടോ, ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. ഒരു വയ്യാത്തൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരു നാട്ടിലേക്ക് ഒരു മാഷ് വരിക. ആ നാട്ടിൽ സ്കൂളൊന്നുമില്ല, ഒരു പുതിയ സ്കൂൾ ഉണ്ടാക്കണം, അവിടെ പഠിപ്പിക്കുകയും വേണം. ഇതൊക്കെ മാഷിൻ്റെ ജോലിയാണ്. അങ്ങനെ വന്നിട്ട് മാഷ് സ്കൂൾ ഉണ്ടാക്കുന്നു, ജോലി തുടങ്ങുന്നു. മാഷിൻ്റെ ജോലി കുട്ടികളെ പഠിപ്പിക്കലാണ്. പക്ഷെ മാഷ് എന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെ വയ്യാത്തൊരാളുണ്ട്, കുറച്ച് പ്രായമുണ്ട്, ഒരു 10-25 വയസ്സുണ്ട്, പക്ഷേ ബുദ്ധി വളർച്ചയില്ല. എല്ലാവരും പരിഹസിക്കുന്ന, എല്ലാ കുട്ടികളും അവഗണിക്കുന്ന, കളിയാക്കുന്ന ഒരു പാവ മനുഷ്യൻ. പക്ഷെ മാഷ് അവനെ മാത്രമാണ് ശ്രദ്ധിച്ചത്. അവനെ ശ്രദ്ധിക്കലും മാഷിൻ്റെ ജോലിയൊന്നുമല്ല, പക്ഷെ മാഷ് അവനെ ശ്രദ്ധിച്ചു. സ്കൂളിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് രാത്രിയായാലും മാഷ് ഇവനെ വിളിച്ചുകൊണ്ട് വരിക സ്കൂളിലേക്ക്. എന്നിട്ട് ചിത്രം വരക്കാൻ പഠിപ്പിക്കുക, എ എന്നും ബി എന്നും എഴുതാൻ പഠിപ്പിക്കുക, ആ എന്നും ബാ എന്നും എഴുതാൻ പഠിപ്പിക്കുക. പതുക്കെ പതുക്കെ അവൻ്റെ പേരെഴുതാൻ പഠിപ്പിക്കുക. അവൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ പേരെഴുതാൻ പഠിപ്പിക്കുക. അവൻ്റെ വീടിൻ്റെ ചിത്രം ഇങ്ങനെ 4 വരകൾ കൊണ്ട് വരക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ആ പാവം കുട്ടിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന മാഷ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഒരു പാതിരാവിൽ ആ കുട്ടിയുടെ ആ ആളില്ലേ, കുട്ടികളുടെ കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, അവൻ്റെ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്. സ്കൂളിൽ ആ കുട്ടിയും മാഷും മാത്രമാണ്, വേറെ ആരുമില്ല. അപ്പം അവിടേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാ, ആ മാഷില്ലേ, ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്. മുഖത്ത് കണ്ണ് എല്ലാവർക്കും ഉണ്ടാവും, ചില മനുഷ്യന്മാർക്ക് ഹൃദയത്തിലായിരിക്കും കണ്ണ്. അവരതുകൊണ്ട് കാണും, അവർ മനുഷ്യരെ കെട്ടിപ്പിടിക്കും, ഉപാധികളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കും. അതുകൊണ്ട് നമ്മുടെ പുസ്തകത്തിൻ്റെ പേരതാണ്, ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യന്മാർ. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ച സ്റ്റോറി കേട്ടിട്ടുണ്ടോ? അപ്പോൾ 8 ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ചത്? 9 പറഞ്ഞു, നീ എന്നേക്കാൾ ദുർബലനല്ലേ, വിലയില്ലല്ലോ, എൻ്റെ അത്ര വിലയില്ലല്ലോ. ആണോ? എന്നാൽ ഞാനും അടിക്കും. ആരെ അടിക്കും? 7-നെ അടിച്ചു. 7 6-നെ അടിച്ചു, 6 5-നെ അടിച്ചു, 5 4-നെ അടിച്ചു, 4 3-നെ അടിച്ചു, 3 2-നെ അടിച്ചു, 2 1-നെ നിശ്ചയമായും അടിച്ചു. ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. 0-ന് വിലയുണ്ടോ? വിലയില്ലല്ലോ. അതുകൊണ്ട് അടിക്കാൻ തോന്നിയില്ല. അപ്പോൾ 1 എന്താ ചെയ്തതെന്നറിയോ? 0-തോട് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. 0-തോട് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. 0 ഇങ്ങനെ അടുത്തേക്ക് വന്ന് പാവമായി നിന്ന ആ നിമിഷം 1 0-ത്തെ ഇങ്ങനെ കുറച്ചുകൂടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവരെ രണ്ടാളെയും ലോകം വിളിച്ചത് 10 എന്ന്. താങ്ക് യു.